ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമേ തന്നെ ഇതൊരു ട്രാവൽ വ്ളോഗ് അല്ല കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ പൊള്ളാച്ചി വരെ പോകുന്ന ഒരു മിനി വ്ളോഗാണ്. അതുകൊണ്ട് അധികം ഡ്യൂറേഷൻ ഒന്നും കാണില്ല. പോകും വഴി കുറച്ച് സൈറ്റ് സീയിങ് പ്ലേസസും നല്ല നല്ല കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് മധുര വരെ പോകുന്ന അമൃത എക്സ്പ്രസ്സിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. അത് കഴക്കൂട്ടത്ത് വരുമ്പോൾ 8:50 ആവും. അങ്ങനെ രാവിലെ 5 മണിക്ക് കൊല്ലങ്കോട് വന്നിറങ്ങിയാൽ എന്തിനാണ് കൊല്ലങ്കോട് വന്നിറങ്ങിയതെന്നല്ലേ? പാലക്കാട് ചിറ്റൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയായിരിക്കും ഇതേ ദിവസം വൈകുന്നേരം ഞാൻ പൊള്ളാച്ചിക്ക് പോകുന്നത്. വെളുപ്പിനെ നല്ല മഴയൊക്കെ പെയ്ത് തണുത്തുറഞ്ഞു നിൽക്കുവാണ് കൊല്ലങ്കോട്. അങ്ങനെ 1/4 മണിക്കൂർ കൊതുകടിയും കൊണ്ട് കാത്തിരുന്നിട്ടാണ് എനിക്ക് ചിറ്റൂരിലേക്കുള്ളൊരു ബസ് കിട്ടിയത്. ചിറ്റൂരിൽ ബസ് ഇറങ്ങി നേരെ ഒരു ചായക്കട ചെന്നൊരു ചായ പറഞ്ഞു. മഴയൊക്കെ പെയ്ത് തണുത്തുറഞ്ഞ ചിറ്റൂരിലെ ഒരു വെളുപ്പാങ്കാലവും കണ്ട് ഞാൻ അങ്ങനെ ചായ കുടിച്ചു നിന്നു. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് താറ് കൊടുത്തോണ്ട് എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നിരുന്നു. വന്ന വഴിക്ക് നേരെ വീട്ടിലോട്ട് പോകേണ്ട, അടുത്തുള്ള കുറച്ച് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാമെന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ നേരെ താറിൽ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പോയി. സത്യം പറഞ്ഞ് ഈ ഒരു ക്ലൈമറ്റിൽ പാലക്കാട് വന്ന് നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് കിട്ടുന്ന വല്ലാത്തൊരു ആനന്ദമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ബാഗൊക്കെ വെച്ച് ഫ്രഷപ്പായി കഴിച്ചു കിട്ടോ. ആൻഡ് നിങ്ങൾ ഈ കാണുന്നത് വീടിന്റെ ടെറസിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. എന്തൊരു ഭംഗിയാ നോക്കിയേ. ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ഫാമിലി മെമ്പറിന്റെ ഒരു പുതിയ കാർ എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇറങ്ങിട്ടോ. പുറത്ത് നല്ല ചൂടാണെങ്കിലും കാറിന്റെ ഫ്രണ്ട് സീറ്റ് ഇരുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ കറക്കത്തിന് ശേഷം എത്തിയപ്പോൾ മണി വൈകുന്നേരവുമായി, പൊള്ളാച്ചിക്ക് പോകാൻ സമയവുമായി. എത്ര കണ്ടിട്ടും കൊതി തീരാത്തൊരു വ്യൂ ആയിരുന്നു ഈ വീടിന്റെ ടെറസിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അങ്ങനെ റെഡി ആയതിനു ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ താറിൽ പൊള്ളാച്ചിക്ക് പോകാൻ കേട്ടോ. ചിറ്റൂര് മുതൽ പൊള്ളാച്ചിയിൽ നമ്മൾ പോകുന്ന സ്ഥലം വരെ 42 കിലോമീറ്റർ, അതായത് ഏകദേശം 1 മണിക്കൂറുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് കിട്ടുന്നത്. അങ്ങനെ ചിറ്റൂരിൽ നിന്ന് ഗോപാലപുരം വഴി നമ്മൾ നേരെ തമിഴ്നാട് ബോർഡറിൽ കയറി. ബോർഡർ താണ്ടിയാൽ നമുക്ക് നല്ല റോഡുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ വ്യത്യാസം നമുക്ക് നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും. ഗോപാലപുരം ബോർഡർ താണ്ടിയാൽ പിന്നെ ഏകദേശം 18 കിലോമീറ്റർ മാത്രമേ പൊള്ളാച്ചിയിലേക്കുള്ളൂ. നല്ല പാട്ടുകളൊക്കെ കേട്ട് വൈബായി നമ്മൾ അങ്ങനെ പൊള്ളാച്ചിയിലെത്തിട്ടോ. സോ ഇതാണ് ആ ഓഡിറ്റോറിയം. ഞാൻ ചെല്ലുന്ന ദിവസം ഇവിടെ റിസപ്ഷനും അതിന്റെ പിറ്റേ ദിവസം വെളുപ്പിനെയുമാണ് കല്യാണം നടക്കുന്നത്. പൊള്ളാച്ചിയിലുള്ള ഗോൾഡൻ മഹൽ ഓഡിറ്റോറിയത്തിലാണ് കല്യാണവും റിസപ്ഷനും നടക്കുന്നത്. എന്ന പാടെ ഞാൻ ഫുഡ് കഴിക്കാൻ കയറി. ഇതാണ് ഇവിടുത്തെ ഫുഡ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതിനുശേഷം നല്ലൊരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഡെസേർട്ടായിട്ട് കിട്ടി. ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ കൂടെ വന്ന ഫ്രണ്ടും പിന്നെ കല്യാണം നടക്കാൻ പോകുന്ന ചേച്ചിയുടെ അനിയൻ, അതായത് എൻ്റെ മറ്റൊരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ താറിൽ പൊള്ളാച്ചി ചുറ്റാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഇറങ്ങി. ഏകദേശം 10 മണിയായിട്ടോ ചുറ്റിക്കറങ്ങി വന്നതിന് ശേഷം. അപ്പം തന്നെ റിസപ്ഷന്റെ പരിപാടികളെല്ലാം കഴിയാറായി. ശരി, വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട വേറെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ടൊന്ന് ഇറങ്ങി. എവിടെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ? കോയമ്പത്തൂർ. അതായത് പൊള്ളാച്ചിന്ന് കോയമ്പത്തൂർ 40 കിലോമീറ്റർ ഉണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി 40 കിലോമീറ്റർ പോകുന്ന പോക്കേ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ലേറ്റ് ആവരുതെന്ന് അവൻ്റെ റിലേറ്റീവ് പറഞ്ഞതുകൊണ്ട് ആശാൻ കത്തിച്ച് വിട്ടു. വണ്ടിക്കകത്ത് അർജുനാറിവില് പാട്ടൊക്കെ വെച്ച് 100-110 വിടുകയാണ് കോയമ്പത്തൂരിലോട്ട്. മഴയൊക്കെ പെയ്തതുകൊണ്ട് പുറത്ത് നല്ല തണുത്തുറഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ആകെയുള്ള പ്രശ്നം ഡസ്റ്റാണ്. ടു ബി ഓണസ്റ്റ്, എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി അൺഫോർഗറ്റബിൾ നൈറ്റ് റൈഡ് എന്ന് ഇതിനെ പറയാം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ കോയമ്പത്തൂരിൻ്റെ ഔട്ട്സ്കേർട്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള MDX ബേക്സ് എന്ന് പറഞ്ഞ ഒരു ബേക്കറിയിലാണ് നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ആണെന്നാണ്. ബാക്കിയുള്ളവർക്ക് കോഫിയും ടീയും, എനിക്ക് ലൈം ടീയുമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കറക്കത്തിനൊക്കെ ശേഷം നമ്മൾ തിരിച്ച് പൊള്ളാച്ചിയിലോട്ട് പോവുകയാണ്. സമയം 1 മണിയായി. ഇതിനിടക്ക് വേറൊരു സംഭവം ഉണ്ടായി. കോയമ്പത്തൂർ സിഗ്നലിന്റെ നടുക്ക് വെച്ച് തന്നെ നമ്മുടെ വണ്ടി ഒന്ന് ഓഫായി പോയി. 1/2 മണിക്കൂറിന് ശേഷമാണ് വണ്ടി ഓണായത്. അതിനുശേഷം നമ്മൾ കത്തിച്ച് വിടുമായിരുന്നു പൊള്ളാച്ചിയിലോട്ട്. ഞാൻ കേട്ടോ പൊള്ളാച്ചിയിലെ വീട്. അങ്ങനെ 2-2.5 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റ് റെഡിയായി കല്യാണം കൂടാൻ വേണ്ടി നമ്മൾ മണ്ഡപത്തിലോട്ട് പോവാൻ കേട്ടോ. അതിരാവിലെ തന്നെ കല്യാണമായതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കുകളൊന്നും കണ്ടില്ല. വരനെ സ്വീകരിച്ച് മണ്ഡപത്തിലോട്ട് ആനയിക്കുന്നത് തമിഴ്നാട്ടിലെ ചില ചടങ്ങുകളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്.
വരനും വധുവും മണ്ഡപത്തിൽ കയറി കഴിഞ്ഞ് 2-3 പൂജയ്ക്ക് ശേഷമാണ് കേട്ടോ താലികെട്ട് വരുന്നത്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് ശേഷം സദ്യയാണെങ്കിൽ ഇവിടെ പ്രാതൽ അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഏകദേശം 12 മണിയായപ്പോൾ പൊള്ളാച്ചിക്കടുത്തുള്ള ആളിയാർ ഡാമിലോട്ട് വിട്ടാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞാനും ഇന്നലെ കോയമ്പത്തൂർ പോയ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് പൊള്ളാച്ചിക്കടുത്തുള്ള ആളിയാർ ഡാമിലോട്ട് പോകാൻ കേട്ടോ. ചെറിയ ചാറ്റൽ മഴയും അതിനായിട്ടുള്ള തണുപ്പും കൊണ്ട് ഈ റോഡിലൂടെ ഇങ്ങനെ ഓടിച്ച് പോകാനായിട്ട് എന്ത് സുഖമാണെന്നറിയോ. അതും ഈ റോഡ് അടിപൊളി റോഡാണ്. റോഡിന്റെ 2 സൈഡിലും മരങ്ങൾ ഇങ്ങനെ തണൽ പോലെ നിൽക്കുന്ന റോഡാണിത്. എനിക്ക് ഇങ്ങനത്തുള്ള റോഡുകൾ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊള്ളാച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ റോഡ് നേരെ ചേരുന്നത് ആളിയാർ ഡാമിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ 41 ഹെയർ ബെൻഡ് കയറി ടോപ്പിലെത്തും. അതാണ് വാൽപ്പാറ. വാൽപ്പാറയിൽ നിന്ന് നേരെ മലക്കപ്പാറയ്ക്കും, അവിടെ നിന്ന് പിന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കും, അവിടെ നിന്ന് പിന്നെ ചാലക്കുടിയിലോട്ടും, അവിടെ നിന്ന് പിന്നെ അങ്കമാലിക്കും പോവാം, തൃശ്ശൂർക്കും പോവാം. കൂടുതൽ ആളിയാർ ഡാമിന്റെ ഭാഗത്തേക്ക് അടുക്കുമ്പോൾ ആ റോഡിന്റെ മനോഹാരിതയും ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്ക് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പൊള്ളാച്ചിന്ന് ചാലക്കുടിക്കോ അല്ലെങ്കിൽ ചാലക്കുടിന്ന് പൊള്ളാച്ചിക്കോ ഈ റോഡ് വഴി ഒന്ന് പോയി നോക്കണം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിപ്പോ ആളിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ എത്തി കേട്ടോ. സോ ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. സമയം 2 മണിയോട് എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഇളം വെയിലും മഴ പെയ്തതിന്റെ ചെറിയൊരു തണുപ്പുമാണ്. അങ്ങനെ നമ്മൾ ആളിയാർ ഡാം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവർക്കും കളിക്കാനുള്ള കുറച്ച് പ്ലേ ഗ്രൗണ്ട് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ആളിയാർ ഡാമിന്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല. പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് 1959-നും 69-നും ഇടയിൽ തമിഴ്നാട് ഗവൺമെന്റ് പണിത ഒരു ഡാമാണ് ആളിയാർ ഡാം. ആദ്യമേ ഇത് ഇറിഗേഷൻ പർപ്പസിനായിട്ട് യൂസ് ചെയ്തെങ്കിലും പിന്നീട് ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ യൂസസിനായിട്ട് മാറ്റിയിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വാൽപ്പാറയിലോട്ട് പോകുന്ന വണ്ടികളും വാൽപ്പാറ ചുരത്തിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് കുറച്ചു നേരം കാല് വെള്ളത്തിലിട്ട് അടിച്ച് ഈ വ്യൂ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ആളിയാർ ഡാമിന്റെ മനോഹാരിത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഡാം. ഇത് ആളിയാർ ഡാമിന്റെ ചെറിയൊരു സ്പിൽവേ ആണ് കേട്ടോ. ഇവിടെ വരുന്ന മീനുകൾക്ക് ആൾക്കാർ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആളിയാർ ഡാമിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ പൊള്ളാച്ചിയിലോട്ട് പോകാൻ കേട്ടോ. നല്ല മഴക്കോളുണ്ട്. പൊള്ളാച്ചിയിൽ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. അങ്ങനെ പൊള്ളാച്ചിയിൽ നമ്മൾ നേരത്തെ കണ്ട ആ വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ ബാഗ് കൊടുത്തുകൊണ്ട് നേരെ ഉടുമ്പൽപേട്ടിലോട്ട് പോവാണ്. ഉടുമ്പൽപേട്ടിൽ വൈകുന്നേരം 6:30 വരുന്ന അമൃത എക്സ്പ്രസ്സിലാണ് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഉടുമ്പൽപേട്ട് എത്തി കേട്ടോ. ട്രെയിൻ അരമണിക്കൂർ ലേറ്റ് ആണ്, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് അടിച്ചു. അങ്ങനെ ട്രെയിൻ കയറി വെളുപ്പിനെ 4:30 ആയപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷനിൽ വന്ന് ഞാൻ ഇറങ്ങി. സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാൻ പോകുന്നു. ബൈ.